ഭരതൻ സംവിധാനം പത്മരാജൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു പുതിയ ചിത്രം ചെയ്യാം. അത് രതി നിർവേദം എന്ന് പറഞ്ഞിട്ട് സിനിമയാണ്. അപ്പം പത്മരാജനോട് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പത്മരാജൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു നോവലെറ്റുണ്ട്, അതിൻ്റെ അകത്ത് നാല് കഥകളുണ്ട്. അതിൽ ജലജ്വാല എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, രതി നിർവേദം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എൻ്റെ ഒരു കഥയുണ്ട്. അത് ഒരു പുതിയ സബ്ജക്റ്റാണ്. അതായത് ഒരു ചെറിയ ഒരു കൗമാരക്കാരനായ പയ്യന് അവൻ്റെക്കാളും ഒരു 3-4 വയസ്സ് മൂപ്പുള്ള ഒരു സ്ത്രീയോട് തോന്നുന്ന ഒരു അഭിനിവേശവും ആണ് അവൻ്റെ സബ്ജക്റ്റ്. നോക്കിയപ്പം എനിക്ക് തന്നു കഥ വായിക്കാൻ തോന്നുന്നു. വായിച്ചു കഴിഞ്ഞപ്പം കഥ കൊള്ളാം. അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് തീരുമാനിക്കുന്നു. ഭരതൻ വരുന്നു. ഞങ്ങൾ വേളി ബോട്ട് ക്ലബ്ബിൽ, അന്ന് സിനിമാക്കാരുടെ ഒരു താവളമാണ്, വേളി ബോട്ട് ക്ലബ്ബിൽ പോയിരുന്നു സിനിമ എഴുതുക. അപ്പം കടലിൽ നോക്കാം, കായലുണ്ട്, കടലിലോട്ട് നോക്കിയിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ കൂടെ പടം എടുക്കാനായിട്ട് അന്ന് എനിക്ക് കാസർഗോഡ് നിന്ന് ഒരു സുഹൃത്തു കൂടി വന്നു. തളങ്കര ഫാമിലിയുള്ള ഹക്കീം എന്ന് പറഞ്ഞിട്ട്, അത് ഈ അടുത്ത കാലത്ത് ദുബൈയിൽ വെച്ച് മരിച്ചു. അപ്പോൾ ഹക്കീം നല്ല സുന്ദരനായിട്ട് ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഹക്കീമിന് താല്പര്യം. അങ്ങനെ ഞാനും ഹക്കീമും കൂടെ പ്രൊഡ്യൂസറാവാം, ഭരതന് സംവിധാനം, ബാലമഹേന്ദ്ര ക്യാമറ. ഞങ്ങൾ പോയിട്ട് ഉണ്ണിമേരിയെ കണ്ട്, നായികയായിട്ട് ഉണ്ണിമേരി, മാസ്റ്റർ സത്യജിത്ത്, കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന പാട്ടുകാരൻ്റെ മകൻ, ഇവരെല്ലാം ഫിക്സ് ചെയ്തു. അങ്ങനെ എല്ലാം റെഡിയായി വന്ന സമയത്താണ് എൻ്റെ എനിക്കൊരു പ്രോബ്ലം വരുന്നത്. എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നു ഗവൺമെൻറ്, പറഞ്ഞ് സെക്സും വയലൻസും സിനിമയിൽ അനുവദിക്കില്ല എന്നുള്ളൊരു തീരുമാനം. അപ്പോൾ ഈ പ്രോജക്റ്റ് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കേണ്ടി വരും, ചെയ്യാൻ പറ്റുന്നില്ല. കുറേ ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് കാശൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ ആളുകൾ. അപ്പം ഭരതൻ തന്നെ എന്തോ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഹരിപ്പോത്തൻ എന്ന് പറഞ്ഞ നിർമ്മാതാവിൻ്റെ കൂടെ പറഞ്ഞ് ഇങ്ങനെ ബഷീറിൻ്റെ കയ്യിലൊരു കഥയുണ്ട്, പത്മരാജൻ്റെ സ്ക്രിപ്റ്റാണ്, എന്നാൽ പുള്ളിയോട് ചോദിക്കുക, അത് പുള്ളിക്ക് ചിലവ് ചെയ്ത കാശൊക്കെ കൊടുക്കാം, തരുന്നോന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് എമർജൻസി ഇപ്പോഴൊന്നും മാറിയില്ലല്ലോ. അങ്ങനെ ഞാനും ഹക്കിയും കൂടെ തീരുമാനിച്ചു, ശരി ഇത് ഹരിപ്പോത്തിന് കൊടുക്കാം. ഹരിപ്പോത്തിന് കൊടുത്തു. ഹരിപ്പോത്തിനോടെ തന്നെ അത് വാങ്ങിക്കഴിഞ്ഞ് ഒരു അല്പ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എമർജൻസി ലിഫ്റ്റായി. അപ്പം എമർജൻസി ആയപ്പോൾ 6 മാസം ഉണ്ടായിരുന്നുള്ളൂ. ഇത് ലിഫ്റ്റായി. ഹരിപ്പോത്തിന് ഈ പടം ജയഭാരതിയെ വെച്ച് ഭരതൻ സംവിധാനം, ക്യാമറ രാമേന്ദ്ര ബാബു, കളർ ഫിലിം കൃഷ്ണചന്ദ്രൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, പാട്ടുപാടാൻ മെഡ്രാസിൽ വന്നൊരു പയ്യൻ, ആ പയ്യനെ പിടിച്ച് നായകനാക്കുന്നു. ആ പടം എടുത്തു. അത് മലയാള സിനിമയുടെ ഒരു വലിയ ചരിത്രമായിട്ട് മാറി. എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയൊരു സബ്ജക്റ്റ് അത് മലയാള സിനിമയുടെ വലിയൊരു ഹിസ്റ്ററി ആയിട്ട് മാറി. ഭരതൻ എന്ന് പറയുന്ന ഒരു വലിയൊരു സംവിധായകൻ്റെ ഒരു നാഴികക്കല്ലുമായിട്ടും ആ സിനിമ മാറി.